അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം ദുആകളെ നാം അധികരിപ്പിക്കണം. ഏത് സമയത്താണ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. മഹാന്മാർ പറഞ്ഞതായി കാണാം, വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 12ഓളം സമയങ്ങളുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ ദുആകൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച രാവ് മുതൽ വെള്ളിയാഴ്ച രാവിലെ സുബ്ഹി നിസ്കാരം മുതൽ വൈകുന്നേരം വരെ ചൊല്ലേണ്ട ഒരുപാട് ഔറാദുകളുണ്ട്, ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, സ്വലാത്തുകളുണ്ട്. അതൊക്കെ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും നാം രക്ഷപ്പെടും. നമ്മുടെ ദുന്യവിയായ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരും. അതിൽപ്പെട്ട ഒന്നാണ് മൻ ഖാല സബീഹത്ത യൗമിൽ ജുമുഅ ഖബല സ്വലാത്തിൽ ഗദ. വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരാൾ ചൊല്ലിയാൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ചെറിയ ഒരു ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ ഈ ഒരു ദിക്ർ സലാസ മറാത്തിൻ വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ ഗഫറല്ലാഹു ദുനൂബഹു, അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. വലൗ കാനത്ത് ദുനൂബഹു മിസ്ല ദബദിൽ ബഹർ, അത് കടലിൻ്റെ തിരമാലകളെക്കാളും കൂടുതലുണ്ടെങ്കിലും അല്ലാഹു ആ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഇത് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ചൊല്ലേണ്ടതാണ്. ഇനി രണ്ടാമതായി നാം വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട അമല് വഖാല യൗമൽ ജുമുഅത്തി 70 മറ. വെള്ളിയാഴ്ച ദിവസം ഒരാൾ 70 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹുമ്മ ഗനിനി ബിഫദ്ലിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാബിക എന്ന ഈ ദുആ ചൊല്ലിയാൽ അല്ലാഹുമ്മ, അത് പല രൂപത്തിലുണ്ട്, അല്ലാഹുമ്മ ഗനിനി ബിഫദ്ലിക അമ്മൻ സിവാക് വബിഹലാലിക അൻ ഹറാമിക. ഇത് ഒരാൾ 70 വട്ടം ചൊല്ലിയാലും യമുറ അലൈഹി ജുമുഅത്താനി, 2 ജുമുഅ വിട്ടുകിടക്കൂല. എന്ന് പറഞ്ഞാൽ ഈ ജുമയും അടുത്ത ജുമുഅക്കിടയിൽ അറ്റായവനിയ അല്ലാഹു തആല, അല്ലാഹു അവനിക്ക് ഐശ്വര്യം നൽകും. അല്ലാഹു അവൻ്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. അവൻ്റെ ടെൻഷനുകൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. അവൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കും. അവൻ്റെ സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു മാറ്റിക്കൊടുക്കും. ഐശ്വര്യമുള്ളൊരു ജീവിതം അല്ലാഹു കൊടുക്കും. നല്ല നിയ്യത്തോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല ആത്മാർത്ഥതയോടെ ചൊല്ലിയാൽ അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും. ഇത് വെള്ളിയാഴ്ച ജുമുഅ ദിവസം ജുമുഅൻ്റെ ശേഷം ചൊല്ലിയാൽ. ഇനി അതേപോലെ തന്നെ മൻ ഖാല ബഅദ മാ തഖ്ദിൽ ജുമുഅ, ജുമുഅ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, ഈ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ 100 മറ 100 പ്രാവശ്യം ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു 100,000 ദുനൂബ്, അവൻ്റെ 1,00,000 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങളാണ് ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. വൻ കുറ്റങ്ങൾ, വലിയ വലിയ തെറ്റുകളല്ല, സബൂൽ മൂബിക്കാത്തൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചെറിയ തെറ്റുകളാണ്. അത് 1,00,000-ഓളം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറിയ തെറ്റുകൾ, നിസ്സാരമായ കുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു വാലിദി, അവനിക്ക് മാത്രമല്ല അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു പുറത്തു കൊടുക്കും. 40,000 ദംബ്, അവരുടെ 24,000 ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പം ഈ ദുആ 100 വട്ടം ചൊല്ലി നമുക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം ലഭിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കും. മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കൾ തീർച്ചയായും ഈ ദിക്ർ ചൊല്ലും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെറിയൊരു ദിക്റാണ്, ഒരു 5 മിനിറ്റ് നാം ചെലവഴിച്ചാൽ മതി. 5 മിനിറ്റ് നാം ഇതിലേക്ക് സമയം കണ്ടെത്തിയാൽ മതി. അല്ലാഹു നമ്മുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കും, പുറത്തു തരും. മാതാപിതാക്കളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്.
ദിക്റുകൾ ചൊല്ലിയാൽ, ദുആകൾ നടത്തിയാൽ, സ്വലാത്തുകൾ ചൊല്ലിയാൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഒരു ബൈത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അന്നമൻ വാളബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈത്തൈനി ഫീ കുല്ലി യൗമി ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച ദിവസം ഈ പറയാൻ പോകുന്ന ഒരു ബൈത്ത് ആരെങ്കിലും ചൊല്ലിയാൽ തവഫഉ അലൽ ഇസ്ലാം, അവന് മുസ്ലിമായേ മരിക്കുകയുള്ളൂ. നാം എപ്പോഴും ദുആ ചെയ്യുന്നതാണ്, പഠിച്ചവൻ എന്നെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി എന്നെ ഈമാനോടുകൂടെ മരിപ്പിക്കണമെന്നല്ലേ നാം എപ്പോഴും ദുആ ചെയ്യുന്നത്. അപ്പോൾ അവൻ ഈമാൻ ഇഷ്ടപ്പെട്ട് മരിക്കൂല, നല്ലൊരു മരണമുണ്ടാകും. പിന്നെ ഗൈറു ശക്ക്, ഒരു സംശയം വേണ്ട, ഒരു ശക്കും വേണ്ട. ഏതാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു ബൈത്താണ്. ഇല്ലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ ഖവ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഇലാഹി, എൻ്റെ പടച്ചവനെ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, സ്വർഗത്തിൻ്റെ അവകാശിയല്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്, ഒരു പാപിയാണ് ഞാൻ. വലാ ഖവാല നാരിൽ ജഹീമി, ജഹീമായ നരകത്തിൻ്റെ ആ ശിക്ഷയെ എനിക്ക് താങ്ങാനുള്ള ശക്തിയും എനിക്കില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു അമലും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഫഅബ്ലി തൗബത്തൻ, പടച്ചവനെ എൻ്റെ തൗബയെ നീ സ്വീകരിക്കണം. വഗ്ഫിർ ദുനൂബി, എൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് നീ മാഫ് നൽകണം. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീം, എത്ര വലിയ തെറ്റ് ചെയ്താലും മാഫ് കൊടുക്കുന്ന ഗഫൂറായ അല്ലാഹുവാണ്, നീ എനിക്ക് പുറത്തുതാ എന്ന് പറയുന്നൊരു നല്ലൊരു ബൈത്താണ്. അപ്പോൾ ഇത് ഒരു 3 വട്ടം ചൊല്ലിയാൽ അവൻ്റെ മരണം ആക്കിബ് നന്നായി മരിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം മൻഖറബാദ് സ്വലാത്തിൽ ജുമാ, ഇനി ജുമാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ ഖുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകളും ഓരോന്നും 7 വട്ടം 7 മറാത്ത് 7 പ്രാവശ്യം ചൊല്ലിയാൽ അഅദല്ലാഹു ബിഹാ മിൻ സൂഇൽ ജുമുഅത്തിൽ ഉഖ്റ, അടുത്ത ജുമാ വരെ എല്ലാവിധ സൂകളിൽ നിന്നും, തിന്മകളിൽ നിന്നും, തെറ്റായ പ്രവൃത്തികളിൽ നിന്നും അള്ളാഹുവിനക്ക് പ്രത്യേകമായ കാവൽ നൽകും. ഇത് ഓരോന്നും 7 വട്ടം ചൊല്ലുക. ഇനി അടുത്തത് ഒരു സ്വലാത്താണ്. മൻ സ്വല്ല അലൈഹി യൗമൽ ജുമുഅത്തി 80 മറ, ഒരാൾ വെള്ളിയാഴ്ച 80 പ്രാവശ്യം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. നിമിതങ്ങൾ പറയുകയാണ്, ഗഫറല്ലാഹു ലഹു ദുനൂബ 80 ആമ, അവൻ്റെ 80 വർഷത്തെ പാപങ്ങളെ ഞാൻ പുറത്തു കൊടുക്കും. ഖീല ലഹു, അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് ചൊല്ലേണ്ട സ്വലാത്ത്? കൈഫ സ്വലാത്തു അലൈക യാ റസൂലല്ലാഹ്? തഖൂൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ. ഈ സ്വലാത്ത് 80 പ്രാവശ്യം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. 80 വർഷത്തെ എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ 80 വർഷം ജീവിക്കും എന്ന് ആർക്കും ഉറപ്പ് പറയാൻ ഒരിക്കലും സാധ്യമല്ല. അതിൻ്റെ അർത്ഥം അത്ര വർഷം ചെയ്ത, ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ, ഒരാൾ 80 വർഷം ജീവിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ആ സ്വലാത്തിൻ്റെ മഹത്വമാണ് അതിൽ പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ബൈത്തുകളുമാണ് പറഞ്ഞത്. ഇതൊക്കെ നാം പതിവാക്കണം. ഇതൊക്കെ പതിവാക്കുന്നവരാണ്, നാം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നാം ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ മറന്നുപോയാൽ, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒഴിവാക്കിയാൽ, നാം ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു തമ്പിഹായും അതൊരു ഉണർത്തലാകും എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കട്ടെ. ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ധാരാളം ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഹിമ്മത്തോടെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായ ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപകട, ദുരന്തങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.